ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആരെ സ്നേഹിക്കൂടാ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? കേരളത്തിൽ നല്ലവരായ രണ്ടാൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും. 2 ദിവസമായിട്ട് വയനാട്ടിൽ കിടന്ന് കളിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ തന്നെ പറയും എന്താ ചെയ്യേണ്ടത്? ചെക്കന്മാർ തല അടിച്ച് പൊട്ടിച്ചിട്ട് ഇവർക്കിപ്പോൾ പൈസയും കൂടി എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ നാളൊക്കെ ഇവന്മാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ പരിപാടി വീണ്ടും തുടങ്ങാം. രക്ഷപ്പെടുകയോ ഇടാത്തതെന്നല്ല, ഓർക്കറിയാം ഇവിടെ ഇങ്ങനെയാണ്, ഈ നാട് ഇങ്ങനെ തന്നെ ആണ്. ഒരാളെ കൊന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ പിടിച്ചു കഴിഞ്ഞാലോ രക്ഷപ്പെടും. പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ രക്ഷപ്പെടും എന്നുള്ള നിയമം എല്ലാവർക്കും ഇവിടെ ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെക്കന്മാരെന്ത് പറ്റി, എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? പ്രതികളായ 5 പേർ SSLC പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം കണ്ടു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. പക്ഷേ ഇപ്പോൾ MSFന്റെ വലിയ സംഘമാണ്, പോലീസിന്റെയും വലിയ സംഘം വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. ഈ വിഷയം ഇന്ന് കേരളത്തിൽ വളരെ ഗൗരവത്തോടെ ഉയർത്തുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും. നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കാൻ ഇനിയിപ്പോ ഇവന്മാര് പരീക്ഷ കൂടി ഇരിക്കുക, അതൊക്കെ അവരെ ഇഷ്ടട്ടോ അതൊക്കെ. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ എല്ലാവരും പറയുന്നത് ഈ നമ്മളെ ഫിലിംസ് കണ്ടിട്ടും പിന്നെ കുറേ ബ്ലഡായിട്ടുള്ള കുറേ സീരീസൊക്കെ കണ്ടിട്ടാണ് ഇവന്മാർക്ക് ഈ പ്രശ്നം വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇവന്മാരോട് ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കുറേ സീരീസ്, അതായത് അഡൽട്ടറി സീരീസ് ഉണ്ട്. ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് തെറിക്കുന്ന കറക്റ്റ് പച്ച മാംസങ്ങൾ കാണിക്കുന്ന കുറേ സീരീസ് ഉണ്ട്. ഈ സീരീസ് എന്തുകൊണ്ടാണ് ഇവർ കാണുന്നത്? ഇത് കാണുമ്പോൾ തന്നെ ഓൾറെഡി മൈൻഡ് ചേഞ്ച് ആവും. ഇവന്മാർക്ക് വെട്ടാനും കൊല്ലാനും കുത്താനും ആ ഉള്ളിലുള്ള സാധനങ്ങൾ കാണാനുള്ള കുറേ ഇതൊക്കെ ഓരോരോ യൂണിവേഴ്സാണ്. അടിച്ചു പൊട്ടിക്കേണ്ട പുതിയ യൂണിവേഴ്സ് വന്ന് ഇനി അടുത്ത യൂണിവേഴ്സ് വരും. എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെക്കന്മാരോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തെങ്കിലും പറഞ്ഞാൽ രാത്രി ഒന്ന് വീട്ടിലൊന്ന് വെട്ടിയാലോ, ഉള്ളത് പറയാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പന്മാർ കയറി വെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. മനസമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആരെ സ്നേഹിക്കൂടാ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? കേരളത്തിൽ നല്ലവരായ രണ്ടാൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും. ലിഫ്റ്റ് കൊടുക്കാൻ പറ്റൂല, ചെക്കന്മാർക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ആ ലിഫ്റ്റ് കൊടുക്കാത്ത ദേഷ്യത്തിൽ വന്നിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിലോ രാത്രി എവിടെയെങ്കിലും പോണ വഴിക്ക്, അല്ലെങ്കിൽ വണ്ടി പോയി കത്തിക്കുക. ഇതൊക്കെയല്ലേ അവസ്ഥ. ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചെക്കൻ്റെ വീട്ടുകാരുടെ അവസ്ഥ.